ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ സോങ്സും ഒക്കെ പാടുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഞാൻ സോങ്സ് ഇടാറുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഏത് ആപ്പാണ് യൂസ് ചെയ്യണേ, കരോക്കെ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടൊരു കോമൺ ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അപ്പം കരോക്കെ ഇൻക്ലൂഡ് ചെയ്യണ ആപ്പ് എല്ലാവരും പോപ്പുലറായിട്ട് യൂസ് ചെയ്യണ ആപ്പ് തന്നെയാണ് ബാൻഡ് ലാബ് എന്ന് പറഞ്ഞിട്ട്. ഞാനിവിടെ എഴുതി കാണിക്കാം ബാൻഡ് ലാബ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് പേർക്ക് അറിയാത്തവരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി എഴുതി കാണിക്കാം. അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബാൻഡ് ലാബിൽ നിന്ന് പ്ലേ സ്റ്റോറിൽ അടിച്ചു നോക്കാം. കണ്ട, അപ്പോൾ ഒരു റെഡ് ലോഗോ ആയിട്ടുള്ള ഒരു ആപ്പ് കാണാൻ പറ്റും. അപ്പോൾ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരിക. എന്നുവെച്ചാൽ ഞാൻ ആദ്യമേ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഗൂഗിൾ വെച്ചിട്ടാണ് ഞാനിത് ലോഗിൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഗൂഗിൾ വെച്ച് എല്ലാവരും ലോഗിൻ ചെയ്യാം. ഏറ്റവും എളുപ്പം ഗൂഗിൾ വെച്ച് ലോഗിൻ ചെയ്യാനായിരിക്കും ഏറ്റവും എളുപ്പം തോന്നുന്നു. ജിമെയിൽ അക്കൗണ്ട് സെലക്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ അഗ്രി ചെയ്യാം കണ്ടീഷൻസൊക്കെ. അതിന് ശേഷം കുറച്ച് ലാഗ് ഉണ്ടാവും ഗൈസ്. നമ്മൾ കുറച്ച് പെർമിഷൻസ്, നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെർമിഷൻ ഉണ്ട്, അതൊക്കെ നെക്സ്റ്റ് കൊടുക്കാം. കൊടുത്തതിന് ശേഷം പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ, അടിയിലൊരു പ്ലസ് ബട്ടൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇമ്പോർട്ട് ഫയൽ, സ്പ്ലിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ട് ഫയലിൻ്റെ അവിടെ കാണിച്ചു തരാം. ആഡ് വന്നു ഗൈസ്, സോറി. ഈ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫയലിലോട്ടാണ് നേരെ പോവുക. എന്നിട്ട് ഫയലിലേക്ക് പോയിട്ട് നമ്മളുടെ ഉദ്ദേശിച്ചിട്ടുള്ള ഓഡിയോ സെലക്ട് ചെയ്യാം. ഇപ്പോൾ വീഡിയോസ് ആണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓഡിയോസ് ആണെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ തൽക്കാലത്തിന് ഇപ്പോൾ ഒരു ചുട്ടമല്ലേ എന്നുള്ള പാട്ടിൻ്റെ ഓഡിയോ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സെലക്റ്റായി അതിന് ശേഷം നമുക്ക് ഇങ്ങനെ വരും. കണ്ട, അതിൻ്റെ വോയിസും എല്ലാം കൂടിയാണ് വരിക. ഇപ്പോൾ വോയിസ് ഉള്ള പാട്ടാണെന്നുണ്ടെങ്കിൽ വോയിസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ കരോക്കെ മാത്രമാണെന്നുണ്ടെങ്കിൽ കരോക്കെ മാത്രമായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് പാട്ട് പാടാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ വോയിസ് ആൻഡ് ഓഡിയോ, വോയിസ് ഓഡിയോ എന്നിട്ടുള്ള ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം നമ്മൾ പാട്ടിന് അനുസരിച്ച് ഈ ഒരു റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പാടും. ഇങ്ങനെ ഇതുപോലെ നമ്മൾ ഒരുമിച്ച് ഓഡിയോടൊപ്പം പാട്ട് പാടാൻ പറ്റും നമുക്ക്. അല്ലാതെ തന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു, ഞാനങ്ങനെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയത് എങ്ങനെയാണ് കരോക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് നമ്മൾ അതിനൊപ്പം എങ്ങനെ പാടാമെന്നാണ് നമ്മൾ ഇതുവരെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ജനലിൻ്റെ അവിടെ ഇരിക്കുന്നതുകൊണ്ട് നോയ്സ് ഉണ്ടാവും. ഇതിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇമ്പോർട്ട് ഫയലിൻ്റെ അടിയിലായിട്ടൊരു സ്പ്ലിറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഒരു സോങ്, അതായത് ഒരു വോയിസ് ഉള്ള സോങ്, ഒരാളുടെ ശരിക്കുള്ള സോങ് നമുക്ക് വോയിസ് മാത്രം സെപ്പറേറ്റ് ആക്കിയിട്ട്, വോയിസും മ്യൂസിക്കും കൂടെ സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്ക് കരോക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സ്പ്ലിറ്റർ എന്നുള്ള ഓപ്ഷൻ എടുത്തതിന് ശേഷം ഇവിടെ പ്ലസ് ബട്ടൺ വീണ്ടും ഉണ്ട്. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ നേരെ ഫയലിലോട്ടാണ് പോവുക. എന്നിട്ട് ഓഡിയോ സെലക്ട് ചെയ്യാം. ഇപ്പം ഓഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം കണ്ട, ഇതിങ്ങനെ പ്രോസസ്സിങ് നടക്കും. ഒരു 2 minutes ഒക്കെ നമുക്ക് പ്രോസസ്സിങ് നടന്നതിന് ശേഷം അത് വോയിസ് വേറെ, അതിൻ്റെ ഓരോരോ ഇൻസ്ട്രുമെൻറ്റ്സ് വേറെ വെച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. എന്നിട്ട് വോയിസ് റിമൂവ് ആക്കാൻ പറ്റും, കരോക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഈ സ്പ്ലിറ്റർ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത് എങ്ങനെയാണ് കരോക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ പാട്ട് പാടാം, അതുപോലെ കരോക്കെ എങ്ങനെ ഇതിൽ സെറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം പാട്ട് പാടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്, ബൈ.